സമാനതകളില്ലാത്ത ഒട്ടനവധി വിവാദങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നു. ഒട്ടനവധി തുറന്നു പറച്ചിലുകൾ ഉള്ള ഒരു വേദിയായി മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ ആരോപണത്തിൻ്റെ നിഴലിലായത് അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ രഞ്ജിത്താണ്. ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അക്കാദമി എന്ന നിലയിൽ, അക്കാദമിയുടെ ഒരു വൈസ് ചെയർമാൻ എന്ന നിലയിൽ വളരെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നില്ലേ ഇപ്പോൾ? അക്കാഡമിയുടെ ഒരു ഭാഗത്ത് അങ്ങനെ പ്രതിസന്ധിയൊന്നുമില്ല. ഇപ്പോൾ ആദ്യം പറഞ്ഞ പ്രസ്താവന ഉണ്ടല്ലോ, സമാനതകളില്ലാത്ത വെളിപ്പെടുത്തലുകൾ എന്നൊക്കെ പറഞ്ഞത്. ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ വന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരു 30 വർഷത്തോളം ആവുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ സിനിമയിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം പല കഥകളും അന്നും അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ പലതും ഊഹാപോഹങ്ങളോ ഭാവനയിൽ സൃഷ്ടിച്ച കഥകളോ എന്നൊക്കെ നമ്മൾ ധരിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ വരുമ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നവരാരും നമ്മളോട് അങ്ങനെയൊന്നും നേരിട്ട് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒന്ന് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അതൊരു വലിയ മാതൃകയാണ്. ശരിക്കും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത തരത്തിൽ, ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങൾ സിനിമാ മേഖലയിലും എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ഒരു കമ്മിറ്റി പോലും രൂപീകരിക്കാൻ അവരാരും ധൈര്യപ്പെട്ടിട്ടില്ല. അവിടെയാണ് കേരളം വലിയൊരു മാതൃക ആയി മാറുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ആക്ഷേപം, അതേക്കുറിച്ച് പുറത്തു വരാൻ വൈകി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ ആക്ഷേപം പറയാറുണ്ട്. ഒരു വ്യക്തിപരമായിട്ട് എനിക്കും ആ റിപ്പോർട്ട് കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീട് സിനിമയിൽ ഉണ്ടാകുമായിരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് കുറേ കൂടിയൊക്കെ കാര്യക്ഷമമായി അതൊക്കെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു ഒരു പക്ഷേ സർക്കാർ ഇതെന്തുകൊണ്ട് ഇത്രയും ഒരു വൈകി എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ആദരണീയായിട്ടുള്ള ജസ്റ്റിസ് ഹേമ ഒരു ശക്തമായ കത്ത് സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇത് അതിജീവിതകളെന്നോ ഇരകളെന്നോ ഒക്കെ പറയാവുന്ന ഇവരുടെ മൊഴികൾ, അത് അവരുടെ വലിയ സ്വകാര്യതയുടെ ഒരു വലിയ ഡോക്യുമെൻറ്റുകളാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും പുറത്തു പോകരുത്. അത് അവരുടെ സ്വകാര്യതയെ, ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്ന അയാളുടെ ഒരു മൗലികമായ അവകാശമാണ്, അയാളുടെ ഒരു റൈറ്റാണ്. അപ്പോൾ അത് പുറത്തു വിടാൻ പാടില്ല എന്ന കർശനമായ ഒരു നിർദ്ദേശം കൂടി ജസ്റ്റിസ് ഹേമ ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും 4.5 വർഷം എടുത്തില്ലേ? വൈകി വരുമ്പോൾ ഒരു റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയ്ക്കകത്തും ഇപ്പോൾ നടന്മാരായിട്ട് അവരെ ആരാധിക്കുന്ന മനുഷ്യന്മാരെ അത്രയും പ്രേക്ഷകർ അത്രയും ഒരു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് പ്രേക്ഷകർ അത്രയും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട നടികളെയും നടന്മാരെയും കാണാനായിട്ട്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഇത്രയും വലിയ വിഷയങ്ങളുണ്ടാവുന്നു പറഞ്ഞതുപോലെ തന്നെ 2017 ശേഷം. അപ്പോൾ ഈ റിപ്പോർട്ട് 4.5 വർഷം വൈകി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കിടയിൽ ഒരു അവമതി. അല്ല, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ എന്തുകൊണ്ട് സർക്കാരിന് ഇത് പുറത്തുവിടാൻ പറ്റാതെ വന്നു, അതിൻ്റെ ഒരു സാങ്കേതികമായ തടസ്സങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് വിവരാവകാശ കമ്മീഷണർ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ അടുത്ത്. അത് ഈ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് നിങ്ങൾക്ക് പുറത്തു വിടണം, ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് വരട്ടെ, പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യട്ടെ. സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കൂടി ഒന്നാണ്. സമൂഹത്തിന് വേണ്ടിയിട്ടാണ് സമൂഹം നൽകുന്ന കാശ് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത് അറിയാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിനെതിരെയും ചില തടസ്സങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു.